നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ആദ്യമായിട്ട് 8ന്റെ അല്ല 7ന്റെ പണി കൊടുക്കുന്നത് രേണു സുധിക്കായിരിക്കുമോ? ഫ്ലവർ അല്ല ഫയറാണ് താനെന്ന് രേണുവിനെക്കുറിച്ച് പറഞ്ഞത് രേണു തന്നെ. ആ ഫയർ പക്ഷേ ശരിക്കങ്ങ് കത്തുന്നില്ലെങ്കിലും നേരെ വരുന്ന ബോളുകളൊക്കെ പുള്ളിക്കാരി ഗോളാക്കുന്നുണ്ട്. ഇന്ന് അനീഷിൻ്റെ സുധി ആരാണെന്ന ചോദ്യത്തിന് രേണു ആൾക്ക് മുമ്പിൽ ശരിക്കങ്ങ് ഫയറാകുന്നുണ്ട്. എങ്കിലും വന്ന ആദ്യ ആഴ്ച തന്നെ ചെയ്ത ആ 3 തെറ്റുകൾ രേണുവിന് കുരുക്കാകാൻ, ലാലേട്ടന് മുമ്പിൽ കുരുക്കാകാൻ സാധ്യതയേറെ. അതിലാദ്യം കിച്ചൻ്റെ സൈഡിൽ താരം തുപ്പാൻ ശ്രമിച്ചു എന്നത്. ഹൈജീൻ ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഷോയാണ് നമുക്കറിയാം ബിഗ് ബോസ്. അതിനാൽ തന്നെ ലാലേട്ടൻ ഈ കാര്യം വിട്ടുകളയുമെന്ന് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, അക്ബറിൻ്റെ ആ ഒരു സെപ്റ്റിക് ടാങ്ക് വിളിയിൽ രേണു ആവശ്യത്തിലധികം പ്രകോപിതയായതാണ്. സമചിത്തതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു. തീർച്ചയായും അക്ബറിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. പക്ഷേ അതിൽ അത്രയധികം പ്രൊവോക്കഡായി തന്നെയാണ് രേണു ആ സ്പോട്ടിൽ തന്നെ അക്ബറിനെ വേട്ടപ്പെട്ടി എന്ന് വിളിച്ചത്. രേണുവിൻ്റെ തെറ്റുകളിൽ ഏറ്റവും ഗുരുതരവും ലാലേട്ടൻ ഒരിക്കലും വിട്ടുവിടാൻ സാധ്യതയില്ലാത്തതുമായത് അവരുടെ ആ 3ാമത്തെ തെറ്റ്. ക്യാമറയ്ക്ക് മുമ്പിൽ വന്നും അതുപോലെ സഹമത്സരാർത്ഥികളോടും പലതവണയാണ് രേണു ഈ ഒരു കാർഡ് പ്രയോഗിക്കുന്നത്. ഒരു സ്ത്രീയെ ഒരിക്കലും സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചുകൂടാ, പ്രത്യേകിച്ചും കുടുംബത്തിനു വേണ്ടി ജീവിതം ഓമിക്കുന്ന ഒരു വിധവയെ അങ്ങനെ വിളിച്ചുകൂടാ എന്ന് രേണു പറയുമ്പോഴൊക്കെ ചേച്ചി നിങ്ങൾ വിക്ടിം കാർഡ് ഇറക്കുകയാണ്, നിങ്ങൾ വിധവാ കാർഡ് ഇറക്കുകയാണെന്ന് അനുമോൾ അടക്കമുള്ളവർ അവരെ തിരുത്തുന്നുണ്ട്. എന്തായാലും ഈ ഷോയുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ രേണുവാണെന്ന് ബിഗ് ബോസിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെ മുൾമുനിൽ നിർത്തി ഏറ്റവും അവസാനം ലോഞ്ചിങ് എപ്പിസോഡിൽ നടിയെ കൊണ്ടുവന്നത്. ഷോയിലെ ഏറ്റവും ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ലാലേട്ടൻ രേണുവിനെ എടുത്തു കുടയുന്ന ഒരു പ്രൊമോ നമുക്ക് നാളെ ഷുവറായി പ്രതീക്ഷിക്കാം.